വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോഴും ഇസ്രായേൽ ഫലസ്തീനെതിരെ ഭീഷണി മുഴക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് യുദ്ധം ഏത് നിമിഷവും പുനരാരംഭിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്, യുദ്ധം അനിവാര്യമാണെങ്കിൽ. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാദേശിക സമയം 8:30 പ്രാബല്യത്തിൽ വരേണ്ടതാണ്. 18 മാസം നീണ്ടുനിന്നതും 47,000-ത്തിലധികം മനുഷ്യജീവൻ പൊലിഞ്ഞതുമായ ഗസ ഇസ്രായേൽ യുദ്ധത്തിന് വിരാമമാകേണ്ടതാണ് ഇന്ന്. യുദ്ധം അവസാനിക്കുന്ന ഈ പൊൻപുലരിയിൽ ഗസയുടെ കിഴക്കൻ ചക്രവാളത്തിൽ സ്വർണകിരണങ്ങൾ വാരിവിതറുന്ന സൂര്യനെ സാക്ഷിയാക്കി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഗസയിൽ സമാധാനത്തിന്റെ നാളുകളായിരിക്കുമെന്ന്. ഇരുളടഞ്ഞ ഗസയുടെ കണ്ണീരിൽ കുതിർന്ന ഗതകാല സ്പന്ദനങ്ങൾ പതിയെ വിസ്മൃതിയുടെ ബാണ്ടക്കെട്ടിൽ ഒതുക്കിവെച്ച് പ്രതീക്ഷയുടെ പുതിയ ലോകം സ്വപ്നം കണ്ട് ഫലസ്തീന്റെ മണ്ണിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പോലെ ഫലസ്തീൻ കുരുന്നുകൾ ഓടി നടക്കട്ടെ. അവരുടെ കണ്ണുകളിൽ വിസ്മയവും ചുണ്ടിൽ പുഞ്ചിരിയും വിരിയട്ടെ. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു പുതിയ സ്വാതന്ത്ര്യത്തെ അവർ വരവേൽക്കട്ടെ. പക്ഷേ വിസ്മരിച്ചു കളയാനാവാത്ത 47,000-ത്തിലധികം വരുന്ന പലസ്തീനിലെ മനുഷ്യജീവികൾ ഗസക്കുള്ളിൽ, ഗസയുടെ ആകാശത്തിൽ താരങ്ങളായി പരന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാവും. അകവും പുറവും വേവുന്ന ഗസയിലെ അംഗപരിമിതരായ 10,000-കണക്കിന് കുരുന്നുകൾ മുറ്റത്തെ പുഴിമണലിൽ ഒന്ന് തുള്ളിച്ചാടാനാവാതെ കണ്ണീർ പൊഴിക്കുന്നത് നമുക്ക് കാണാനാവും. ബോംബിന്റെയും മിസൈലിന്റെയും ശബ്ദത്തിൽ ചാപ്പിള്ളകളെ പ്രസവിച്ച ഗസയിലെ അമ്മമാരെ നമുക്ക് കാണാനാവും. ഒരു കുരുന്നിനെ പോലും ബാക്കി വെക്കാതെ കുന്നുകളഞ്ഞ സയനിസ്റ്റ് ഭീകരതയിൽ തനിച്ചാക്കപ്പെട്ട ആയിരക്കണക്കിന് മാതാപിതാക്കൾ ഗസയുടെ മണ്ണിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തേടി അലയുന്നത് നമുക്ക് കാണാനാകും. വീടും കൂടും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ആരാരുമില്ലാതെ തെരുവുകളിൽ അലയുന്ന 10,000-കണക്കിന് ഫലസ്തീനി കുട്ടികളെ നമുക്ക് കാണാനാകും. 10,000-കണക്കിന് വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും ആതുരാലയങ്ങളും എല്ലാം കരിഞ്ഞുണങ്ങിയ ചുടലപ്പറമ്പ് പോലെ നമുക്ക് കാണാനാവും. എവിടെ നോക്കിയാലും ശ്മശാനങ്ങളിലെ പൊട്ടുകല്ലുകൾ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാനാകും. എന്നിട്ടും പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും യുദ്ധം പുനരാരംഭിക്കുമെന്ന്. മനുഷ്യരക്തത്തിൽ മതിമറന്ന നെതന്യാഹുവിനെ പോലെയുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ ഇനിയും അങ്ങനെ പറയാനാവൂ. ഒരു വലിയ രക്തച്ചൊരിച്ചിലിന് ഒടുവിൽ ഗസൻ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ബന്ദികളെ തിരികെ എത്തിക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനം. പക്ഷേ ഏകദേശം 1.5 വർഷത്തോടടുക്കുമ്പോഴും ഇസ്രായേലിന് ലക്ഷ്യം നേടാനായില്ല. ഈ 1.5 വർഷത്തിനുള്ളിൽ എത്ര ഹമാസിന്റെ പോരാളികളെ ഇല്ലാതാക്കിയെന്ന് പറയാൻ പോലും അവർക്കാകുന്നില്ല. ഇതിൽ 20,000-ത്തിനടുത്ത് വരുന്ന കുട്ടികളും ഏകദേശം അത്ര തന്നെ വരുന്ന സ്ത്രീകളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കി വരുന്നവരിൽ സാധാരണ സിവിലിയന്മാരെ ഒഴിവാക്കിയാൽ ബാക്കി എത്രയാണ് ഹമാസിന്റെ പടയാളികൾ ഉണ്ടായിരിക്കുക? കൊല്ലപ്പെട്ട 47,000-ത്തിൽ വെറും 5% താഴെ മാത്രമാണ് ഹമാസിന്റെ അംഗങ്ങൾ ഉണ്ടായിരിക്കുക. അത്രയും കുറഞ്ഞ ആൾനാശം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമേ അല്ല. എന്നിരിക്കെ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് ഇസ്രായേൽ കൈവരിച്ചതെന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ഇസ്രായേൽ അമ്പെ പരാജയമായിരുന്നു. ഓരോ ദിവസവും ഹമാസിന്റെ സേനയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ സംഘടിച്ചെത്തുന്നു. കാരണം അവിടെയുള്ളിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് സാധ്യമാകും വരെ ഹമാസ് എന്ന തീപ്പന്തം കത്തിജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഹമാസിന്റെ ഉന്മൂലനം സാധ്യമായില്ലെന്ന് മാത്രമല്ല, ബന്ദികളെ കണ്ടെത്താൻ പോലും ഇസ്രായേലിനായില്ല. ആ ബന്ദികളിൽ പലരും കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ബോംബിങ്ങിലായിരുന്നു എന്നതാണ് ഇസ്രായേലിന്റെ മറ്റൊരു പരാജയം. അവശേഷിക്കുന്നവരിൽ ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും ഇസ്രായേൽ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതും കരാറിൽ ഒപ്പുവെക്കുന്നതും. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് 3 ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറും. അതും 3 വനിതകളെ. പകരം 95 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം. ഇസ്രായേലിന്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഗസയിൽ നിന്നും ഭാവിയിൽ ഇസ്രായേലിനെതിരെ ഒരു ഭീഷണിയും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായല്ല, പകുതി പോലും നശിപ്പിക്കാൻ കഴിയാത്തതിനാൽ ആ ലക്ഷ്യവും ഇസ്രായേലിൽ കൈവരിക്കാനായില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗസയിൽ നിന്നും ഇസ്രായേലിനെതിരെ ചെറിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഏത് കോണിലൂടെ നോക്കിയാലും ഇസ്രായേൽ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയില്ല എന്നതാണ് സത്യം. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് നിരവധി പുതിയ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധവിരാമത്തോടെ ആ സെറ്റിൽമെന്റുകളുടെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.
അതേസമയം ഗസ സിറ്റിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ സേന ഇതിനോടകം തന്നെ റഫേൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും പിൻവാങ്ങിയതായി കാണുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന് പറയുന്ന സമയത്തിന് തൊട്ടുമുമ്പ് വരെ ഇസ്രായേൽ സേന ഗസയിൽ അതിശക്തമായ ആക്രമണം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ ഏതാനും മണിക്കൂറിന് മുമ്പ് വരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് സത്യം. കാലത്ത് 8:30 പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ വെടിനിർത്തൽ കരാർ സാങ്കേതികത്വത്തിന്റെ പേരിൽ താമസിച്ചു പോവുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഹമാസ് മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തടവുകാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ബാധ്യത നിറവേറ്റുന്നതുവരെ കരാർ പ്രാബല്യത്തിൽ വരികയില്ല എന്നാണ്. അതേസമയം ഹമാസ് പറയുന്നത് കരാറിന്റെ നിബന്ധനകൾ പാലിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും സാങ്കേതിക കാരണത്താലാണ് കാലതാമസം നേരിടുന്നതെന്നുമാണ്. നോർത്തേൺ ഗസയിലും ഖാൻ യൂനിസിലുമെല്ലാം ജനങ്ങൾ ഒരു പുതിയ വെളിച്ചം നോക്കിയുള്ള കാത്തിരിപ്പാണ്. പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള പ്രതീക്ഷയിലാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. പലരും തെരുവുകൾ വൃത്തിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പലരും സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് ഈ അനിശ്ചിതത്വം തുടരുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ, ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധത്തിന് ആണ് അവസാനം കുറിക്കാൻ പോകുന്നത്. 470 ദിവസത്തെ വംശഹത്യക്കാണ് അന്ത്യം കുറിക്കാൻ പോകുന്നത്. 2023 ഒക്ടോബർ 7 ഫലസ്തീനിലെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെയുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഹമാസും ഫലസ്തീനിലെ മറ്റു പ്രതിരോധ സേനകളും ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി. ആ ആക്രമണത്തിൽ 1139 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 320 പട്ടാളക്കാരും 59 പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കൂടാതെ ഫോറിനേഴ്സ് അടക്കം 251 ഇസ്രായേലികളെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയി. ഈ ആക്രമണം ഹമാസിന് മേലുള്ള, ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള, ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിനും കീഴടക്കലിനും കാരണമായി. ആ യുദ്ധമാണ് ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഇന്നിവിടെ അവസാനിക്കാൻ പോകുന്നത്. എന്നിട്ടും സാങ്കേതികത്വം സമയദൈർഘ്യം ഉണ്ടാക്കുന്നു. ഫലസ്തീനികളുടെ ചങ്കിടിപ്പ് അളക്കുന്നു. കാത്തിരിക്കാം. വരും മണിക്കൂറുകളിലെല്ലാം ശുഭമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫലസ്തീനികൾക്കും സ്വർഗതുല്യവും സ്വപ്നതുല്യവുമായ ഒരു ജീവിതമുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം.